രണ്ട് പിടുക്കികൾ. യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെയാണ്, ഏത് സ്കൂളാണ്, പേരെന്താണ് അല്ലേ? എൻ്റെ പേര് അമൃത. ഞാൻ +1 സയൻസിലാണ് പഠിക്കുന്നത്. BSS ഗുരുകുലത്തിലാണ്. അതെ, ഇന്നലെ രണ്ടുപേരും കൂടി പാലക്കാട് എന്ന് പറയുമ്പോൾ ഈ സ്കൂളിലാണെന്നൊക്കെ ഇന്നലെ വൈകുന്നേരത്തെ ഷോയിൽ പറയുന്നത് ഞാൻ കേട്ടു. ശ്രേയ ശ്രീറാം +2 കോമേഴ്സ്. നിങ്ങളുടെ സ്കൂൾ ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകും? സ്കൂൾ ചാമ്പ്യൻ അല്ലേ? സ്കൂൾ ചാമ്പ്യൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരാണെന്ന് ചാമ്പ്യൻഷിപ്പ് വിട്ടുകൊടുത്തിട്ടില്ല. ഇത്തവണ വേറെ ആരെങ്കിലും വെല്ലുവിളി? ഹയർ സെക്കൻഡറി കപ്പ് ഞങ്ങൾക്കാണ്. ഇതുവരെ ഹൈസ്കൂൾ കപ്പായിരുന്നു, ഇത്തവണ ഹയർ സെക്കൻഡറി സെക്കൻഡ് ടൈം ഞങ്ങൾക്കാണ്. സെക്കൻഡ് ഡേ. അപ്പൊ അവിടെയും തുടങ്ങി കഴിഞ്ഞു, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായി. അപ്പോൾ ഇനി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ജോലിയാണ് ഇനി വരുന്നവർക്കുള്ളത് അല്ലേ? ഓക്കെ, അതിനുള്ളൊരു വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സംശയം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എത്ര നാൾ മുൻപ് കലോത്സവത്തിനൊക്കെ പരിശീലനം തുടങ്ങും ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ? ഞങ്ങൾ ഓഗസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങും. മാസങ്ങളോളം ഇങ്ങനെ പ്രാക്ടീസിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഞങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റിസൾട്ടിന്റെ. അപ്പോൾ എത്ര ഇനത്തിൽ ഇത്തവണ മത്സരിച്ചു? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു 70ഓളം ഇനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 70 ഇനങ്ങളിൽ മത്സരാർത്ഥികളെ എത്തിച്ചു. അപ്പോൾ 70 ഇനങ്ങളിൽ പാലക്കാടിന് വേണ്ടിയും കൂടി മത്സരിക്കും. കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണ് പോകുന്നത്, പാലക്കാട് നിന്ന്. പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നതിൽ 200 പേര് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. അതെ അതെ, അത് ഭയങ്കര സംഭവമാണ് അല്ലേ? അത്ര അധ്വാനിച്ചിട്ടാണ് വാങ്ങണത് അല്ലേ? എന്തായിരുന്നു മത്സര ഇനം? ഞാൻ ഹിന്ദി പ്രഭാഷണം, പിന്നെ അതുപോലെ ചവിട്ടുനാടകം. ഞാൻ ചവിട്ടുനാടകവും ഓർക്കസ്ട്ര. ഞങ്ങൾക്ക് വേണ്ടി എന്താ? അല്ല, ഈ ചവിട്ടുനാടകം ഈ സ്കൂളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ എടുത്തതാണോ അല്ലേ? അല്ലാതെ സാധ്യത കുറവാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ടീച്ചേഴ്സും ഭയങ്കര. നിങ്ങളുടെ ടീം ആരൊക്കെയാണ്? നിങ്ങളെയൊക്കെ അറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതെ അതെ, ടീച്ചേഴ്സ് ആരൊക്കെ? സിൽവർ ഹിൽസിനോട് നേരത്തെ ചോദിച്ച പോലെ ഞങ്ങളുടെ ടീച്ചേഴ്സിലേക്ക് ചവിട്ടുനാടകം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബിന്ദു ടീച്ചർ ആയാലും, നീതു ടീച്ചർ, ചിത്രലയ ടീച്ചർ, വിനീത ടീച്ചർ, പിന്നെ അതിലേക്ക് ഉപരി ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ ഞങ്ങളുടെ ആശാൻ, ഞങ്ങളുടെ ചവിട്ടുനാടകം പഠിപ്പിക്കണ ഞങ്ങളുടെ ആശാനായിട്ടുള്ള തമ്പി ആശാനാണ്. തമ്പി ആശാൻ എവിടുന്നാ വരുന്നത്? എറണാകുളം. അതാ ഞാൻ പറഞ്ഞത്, ഗോത്തുരുത് ഫോർട്ട് കൊച്ചിയുടെ കേന്ദ്രം അതാണ്. പക്ഷെ പാലക്കാട് നിന്ന് ഇതൊക്കെ സംഭവിക്കുന്നു, ഇവർ പഠിക്കുന്നു എന്നൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഫോർട്ട് കൊച്ചി ഗോത്തുരത്തിൽ നിന്നാണ് അല്ലേ? ഞങ്ങള് ചവിട്ടുനാടകത്തിന്റെ ഒരു ഭാഗം. ഇദ്ദേഹത്തിന്റെ പേരെന്താ? ശ്രേയ. ഓക്കെ. മൈക്ക് വെച്ച് തരാം. രണ്ടുപേരും കൂടി പാടി കളിക്കാം. ഈ മണ്ണും പിന്നും ഇപ്പോൾ സകല ചരാചരങ്ങളെയും, ഈ മണ്ണും പിന്നും ഇപ്പോൾ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടും. താം തെയ്യത്താം പ്രകൃതി താം തിരുകലകതം തിരുകലകതം താരിന്തകതം. അടിപൊളി എനർജറ്റിക് പെർഫോമൻസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് പിടിക്കുന്നതായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കഷ്ടം. കാരണം ഇവർ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഈ ചവിട്ടുനാടകം ഭയങ്കര രസമുള്ള കളർഫുള്ളായ ഒരു മത്സര ഇനം കൂടിയാണ്. കാരണം പാട്ടൊക്കെ പാടി കഥ പറയുന്നത് ചെറുതായിട്ട് കണ്ടിരുന്ന ഞാൻ നമ്മുടെ ജോസിലൊരു നല്ല സ്റ്റോറിയും ചെയ്തിരുന്നു, ചവിട്ടുനാടകത്തെ കുറിച്ചിട്ട് നല്ലൊരു സ്റ്റോറി ഇന്നലെ ആ മത്സരവുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഇവരുടെ ഈ ഫുഡ് സ്റ്റെപ്സ് നമുക്ക് ഒന്നുകൂടെ കിട്ടിയാലോ? അതൊന്നുകൂടെ കാണിക്കുമോ? നല്ല എനർജറ്റിക് ആണ്. പാട്ടുപാടി ചെയ്യാനാണല്ലേ പറഞ്ഞത്? ഇത് കണ്ടപ്പോഴേ നമ്മുടെ ഈ ഒരു ഇതിൽ നിന്നൊക്കെയാണ് RRRലെ നാട്ടുനാട്ടൊക്കെ വന്നെന്ന് തോന്നിപ്പോന്നു അല്ലേ? ഭയങ്കര രസമായിട്ടുള്ളൊരു, അതറിയോ? രണ്ടുപേരോടൊന്ന് ചെയ്യോ? നാട്ടു 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 വീര നാട്ടു 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 നാട്ടു. ശരത്തേട്ടൻ എക്സസൈസ് അതല്ല, ചവിട്ടുനാടകത്തിന്റെ ഒരുപാട് സ്റ്റെപ്സിന്റെ ഓർമ്മകൾ വരുത്തുന്ന ഒരു
കോമ്പോസിഷൻ ഉണ്ടതിൽ. അത് കണ്ടപ്പോഴാണ് ഇവർ ചെയ്യുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ സത്യത്തിൽ തോന്നിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും all the best. വളരെ ക്യുക്കായിട്ട് അവർ ചെയ്തില്ലേ അല്ലേ? നന്നായിരുന്നു മക്കളെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്തവണ ചാമ്പ്യൻഷിപ്പും കൂടെ അതെ, കൊണ്ടുപോകട്ടെ. ചാമ്പ്യൻഷിപ്പുമായിട്ട് പൊക്കോളൂ, എന്താണല്ലോ ഇത്തവണയും പോട്ടെ. അടുത്തവണയും നമുക്ക് പിടിക്കണം. ലീഡിങ് ഞങ്ങളാണ്, അപ്പൊ ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾ പ്രധാനമായിട്ട് ഇത്തവണ കോമ്പീറ്റ് ചെയ്ത ആരോടൊക്കെയാണ്? ഏത് സ്കൂളായിരുന്നു നിങ്ങൾക്കൊരു ത്രട്ടൺ ചെയ്ത് വന്നിട്ടുള്ള ഭീഷണി ആരായിരുന്നു? റിട്ടേണായിട്ട് ഞങ്ങൾ ആരും വന്നിട്ടില്ല. എന്താ ഈ ശരത്തേട്ടാ, പോയിന്റിലാണ് ഞങ്ങള് ഈ BSS ഗുരുകുലം സ്കൂളിലെ ആരോട് ചോദിച്ചാലും അവര് ഞങ്ങൾ ജയിക്കും, അസാധ്യ കോൺഫിഡൻസ്. ഞാൻ തമാശ പറയുന്നത്, നമ്മൾ ആരോട് സംസാരിച്ചാലും അവർ പറയുന്നത് അസാധ്യ കോൺഫിഡൻസിലാണ്. അല്ല, അതിന്റെ ഒരു കാരണം കൂടി മനസ്സിലായല്ലോ, ഇത്രയധികം പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. സ്ലോഗൻ ഉണ്ട്, വി കം വിത്ത് ഫയർ ആൻഡ് ദേ കം വിത്ത് ഫിയർ. ഒന്നും പറയാനില്ല. ടീച്ചറാണ്. ടീച്ചറാണോ? ഈ ടീച്ചറിനെ ഞാൻ എല്ലാ ദിവസവും കാണും നമ്മുടെ മീഡിയ പവലിൽ. അതെ അതെ, ഞങ്ങൾക്കാണ് മീഡിയ ചാർജ് സാർ. രണ്ടുപേരുണ്ട് സ്കൂളിൽ നിന്ന്, രണ്ടുപേര് മീഡിയക്ക് ചാർജ്. അതായത് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന കുട്ടികളെ മാക്സിമം വളരെ നിശബ്ദമായി സ്റ്റുഡിയോയിലൊക്കെ ഈ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ, ജനങ്ങൾ ലോകമെമ്പാടും മലയാളികൾ കാണട്ടെ എന്ന നിലയിലേക്ക് വേണ്ടി ഈ കുട്ടികളെ ഓരോരുത്തരെയും ടീമിനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നു. ടീച്ചറുടെ പേരും? എൻ്റെ പേര് ശ്രീലത, ഞാൻ അവിടെ PT ടീച്ചറാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. ഈ ടീച്ചർ എങ്ങനെയുണ്ട്? ടീച്ചർ അടിപൊളിയാണ്. ടീച്ചർ അടിപൊളിയാണോ? ടീച്ചർ നിൽക്കുന്നുണ്ട്, ഇച്ചിരി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല. അല്ല, PT ടീച്ചറാണ് കുറച്ച് ഇഷ്ടം. അതെ അതെ, കുറച്ച് ഇഷ്ടമുണ്ട്. സ്പോർട്സിലും ടീച്ചറാണ് Support ചെയ്യുന്നത്. സ്പോർട്സിലുണ്ട്, അപ്പൊ അത് കാരണം ഇവിടെ ടേബിൾ ടെന്നീസ്, ഞാൻ അത്ലറ്റിക്സ്. ഞാൻ സ്റ്റേറ്റില് സെക്കൻഡ് കിട്ടി റിലേയില്, 4x100 മീറ്റർ റിലേ. അപ്പൊ ഈ സ്റ്റേറ്റ് സ്പോർട്ട് മീറ്റ്സിനും അവിടുന്ന് ഉണ്ട് അവിടെ ചാമ്പ്യൻഷിപ്പ് പിടിക്കാനുള്ള ഓട്ടമാണല്ലേ? ഇല്ല, അത്രയ്ക്ക് എത്തിയിട്ടില്ല. സ്കൂൾ ഇത് കായികമേള കഴിഞ്ഞില്ലേ? കായികമേള കഴിഞ്ഞു. അപ്പോൾ കലാമേള കഴിഞ്ഞു അല്ലേ? എല്ലായിടത്തും വളരെ ഒരുപോലെ പോയ അപൂർവം പേരെ നമ്മൾ കാണാറുള്ളൂ അല്ലേ? കുറച്ച് പേരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മോളുടെ പേരൊന്നുകൂടെ പറയാം. അതുപോലെ ഇവിടെ വേറെ ഏതൊക്കെ ഇവന്റിലാണ് പങ്കെടുത്തത്? ഞാൻ ചവിട്ടുനാട ഓർക്കസ്ട്ര തന്നെയായിരുന്നു. ഓർക്കസ്ട്ര. പാട്ടൊക്കെ പാടുവോ? ഇല്ല. ഓർക്കസ്ട്രയിൽ ഏതായിരുന്നു? റിതം പാഡും സോണിക് പാഡും തിമില. നമ്മൾ സമഗ്രമാണ്. സമഗ്രമാണ്.